നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ, നിന്നാത്മബലം എനിക്കാനന്ദമേ. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സഹസ്രാബ്ദത്തിൽ നടക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ, സഹസ്രാബ്ദ ദൈവരാജ്യത്തിലെ വളരെ പ്രധാനമായ ഒരു വസ്തുതയാണ് ദൈവാലയവും ആരാധനയും എന്നുള്ളത്. പഴയ നിയമത്തിൽ ശലോമോൻ ആദ്യമായി യഹോവയ്ക്ക് ഒരു ആലയം പണിതതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ പ്രവാസത്തിന് മുൻപ് ആ ആലയം തകർക്കപ്പെട്ടു. പ്രവാസ അവസാനം പാർസി രാജാവായ കോരേശിന്റെ കൽപ്പനയും സഹായവും നിമിത്തം പുനർനിർമ്മാണം നടത്തിയ ദൈവാലയത്തെ BC 168 സിറിയൻ ഭരണകർത്താവായ അന്ത്യോക്യോസ് എപ്പിഫാനസ് അശുദ്ധമാക്കുന്നതും നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മഹാനായ ഹേരോദാവിന്റെ കാലത്ത് ആലയം പുതുക്കിപ്പണിതു. AD 70 റോമ സേനാ നായകനായ തീത്തോസ് ദ്വിതീയൻ ഈ ആലയം ഇടിച്ചു നിരത്തിയതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിന്റെ മുന്നറിയിപ്പിന് ഒത്തവണ്ണം മത്തായി 24:3 പറയും പ്രകാരം അത് ഇല്ലായ്മ ചെയ്തു. അതിനുശേഷം നാളിതേവരെ ഇസ്രായേലിന് ഒരാലയം യഥാസ്ഥാനത്ത് നിർമ്മിക്കുന്നതിന് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ മഹോപദ്രവത്തിന്റെ ആദ്യ കാലഘട്ടത്തില് എതിർ ക്രിസ്തു ഇത് മുതലെടുത്ത് യഹൂദനുമായി ഉടമ്പടി ചെയ്യുന്നതിനനുസരിച്ച് ദാനിയേൽ പ്രവചനം 9:27 അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്രകാരം ആലയം നിർമ്മിക്കുകയും അതിൽ ഇസ്രായേൽ യാഗം പുനരാരംഭിക്കുകയും ചെയ്യുന്നതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ മഹോപദ്രവ മധ്യേ എതിർ ക്രിസ്തു പ്രസ്തുത ആലയത്തിൽ പ്രവേശിച്ച് ഞാൻ മാത്രം ദൈവമെന്ന് പ്രഖ്യാപനം ചെയ്ത് യാഗങ്ങള് അവൻ നിർത്തലാക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് ഇസ്രായേലുമായി ഉണ്ടാകുന്ന ആ സംഘർഷത്തില് അവന് പ്രസ്തുത ആലയം ഇടിച്ചു കളയുകയും ചെയ്യുന്നതിനെ കുറിച്ചും ദാനിയേൽ പ്രവചനം 8:11 കാണാവുന്നതാണ്. ആയതിനാൽ സഹസ്രാബ്ദ ആരംഭത്തിൽ ഇസ്രായേലിന് ഒരാലയം ഉണ്ടായിരിക്കുകയില്ല. സഹസ്രാബ്ദ വാഴ്ചക്കാലത്തെ ദൈവാലയത്തെയും അതിൽ നടക്കുന്ന ആരാധനയെയും പറ്റി വിശദമായി യഹസ്കേൽ 40 മുതൽ 47 വരെയുള്ള അധ്യായങ്ങളില് നമുക്ക് കാണാവുന്നതാണ്. സ്വന്തം ദേശത്ത് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം കുടിയേറിയത് മുതൽ ആലയം പണിയുവാനായിട്ട് യഹൂദൻ ആഗ്രഹിച്ചെങ്കിലും ഇതേവരെയും അവന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ ഭൂമിയിൽ സഭയാം ആലയം ഇരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാന കാരണം. എന്നാൽ ആലയത്തിന് വേണ്ട എല്ലാ സാമഗ്രികളും അവർ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. എതിർ ക്രിസ്തുവിന്റെ കാലത്ത് യെരുശലേം ദൈവാലയം പണിയുമെങ്കിലും ഭാവിയിൽ വരുന്ന ഹർമഗദോൻ യുദ്ധത്തില് അത് നശിച്ചു പോകുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ സഹസ്രാബ്ദ കാലത്ത് നമ്മുടെ കർത്താവ് തന്നെ ആലയം പണിയുന്നതിനെ കുറിച്ച് സഖരിയ പ്രവചനം 6:12, 13, 14:16, 17 ഈ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് എപ്രകാരമാണ് എന്നുള്ളത് വളരെ മർമ്മമായ ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ പല കാര്യങ്ങളും നമുക്ക് പിന്നീട് വെളിപ്പെടുന്നതാകുന്ന യാഥാർത്ഥ്യങ്ങളാകയാൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആലയത്തിലെ കർമാനുഷ്ഠാനങ്ങളെല്ലാം കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തോടെ അതിന്റെ പുനരുത്ഥാനത്തിൽ അത് നിവർത്തിക്കപ്പെട്ടതിനാല് സഹസ്രാബ്ദ ആലയം ആരാധനയ്ക്ക് വേണ്ടി മാത്രമുള്ള ഇടമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അന്ന് വിഗ്രഹാരാധന ഉണ്ടായിരിക്കുകയില്ല എന്ന് സഖരിയ പ്രവചനം 13:2 എടുത്തു പറയുന്നുണ്ട്. ആ ഓർമ്മ
ദൈവം എടുത്തു കളയുമെന്ന് മീക 5:13-14 നമുക്ക് കാണാവുന്നതാണ്. അത് തുരപ്പനലി അത് മാളമായി ഉപയോഗിക്കുമെന്നാണ് യെശയ്യാ പ്രവചനം 2:21 പറഞ്ഞിരിക്കുന്നത്. അതെ പ്രിയമുള്ളവരെ, ഇപ്രകാരം സഹസ്രാബ്ദത്തിൽ നമ്മുടെ കർത്താവിനോട് ചേർന്ന് ദൈവജനം മുഖാമുഖമായി കണ്ട് ദൈവത്തെ ആരാധിക്കും എന്നുള്ളത് ദൈവവചന വെളിച്ചത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ മുൻ പ്രവചനങ്ങളെല്ലാം നിറവേറിയെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവിന്റെ മടങ്ങി വരവും അതേ മഹോപദ്രവ കാലഘട്ടവും ഇനി നടക്കാനിരിക്കുന്നു. അതെല്ലാം അക്ഷരം പ്രതി നടക്കും. അതിനുശേഷം നടക്കുന്ന സഹസ്രാബ്ദ വാഴ്ചയും നിശ്ചയമായും അത് നടക്കുക തന്നെ ചെയ്യും. അതേ കർത്താവിനോട് ഒരുമിച്ച് മണവാട്ടി അഥവാ സഭ വാഴും. 1000 വർഷക്കാലം നമ്മൾ അതേ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുന്ന കർത്താവിനോട് കൂടെ വാഴും. അതിനായി നമുക്ക് ഒരുങ്ങാം, വിശുദ്ധ ജീവിതം നയിക്കാം. ഞാൻ മറയട്ടെ സങ്കേതമേ, എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ, നിന്നാത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ, പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ജയിച്ചവൻ കൂടെയുണ്ട്. ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ജയിച്ചവൻ കൂടെയുണ്ട്.